നമസ്കാരം. കരിങ്കുന്നം സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് പെട്രോളിനകത്ത് 100% പ്യുവറായിട്ടുള്ള എഥനോൾ അല്ലെങ്കിൽ സ്പിരിറ്റ് മദ്യം, ഇത് 20% ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തുനിന്ന് വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റുമോ? അതേപോലെ തന്നെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഗുണങ്ങൾ, ദോഷങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി ആൾക്കാർ നമ്മൾ ചോദിക്കാറുണ്ട്, ഇതിനകത്ത് ഇത് വേർതിരിച്ചെടുത്തിട്ട് ഉപയോഗിക്കാനായിട്ട് നമുക്ക് പറ്റുമോ ഈ എഥനോൾ? അത് പ്യുവർ സ്പിരിറ്റ് ആണല്ലോ, അത് 100%. ഇത് തിരിക്കുന്നത് എങ്ങനെയാണെന്നും ഇതിനകത്ത് എത്ര ശതമാനം ഉണ്ടെന്നും ഒക്കെ ഒന്ന് ചെറിയൊരു പരീക്ഷണം അതാദ്യമേ നോക്കിയതിന് ശേഷം ഞാൻ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് എത്ര ശതമാനം ഉണ്ടെന്ന് അറിയാനും അതുപോലെ തന്നെ ഇതെങ്ങനെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് നോക്കാനായിട്ട് നമ്മളിവിടെ ഒരു സിലിണ്ടർ എടുത്തിട്ടുണ്ട്. മെഷറിങ് സിലിണ്ടർ. ഇത് കണ്ടോ, ഇത് നല്ല ISI മാർക്കൊക്കെ ഉള്ളതാണ്. ഇത് കണ്ടോ, ISI മാർക്ക് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇത് 100 ml വരെയാണ് ഇതിനകത്ത് മാക്സിമം നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതുകൊണ്ട്. ഇതിൻ്റെ ഏറ്റവും മുകളിൽ 100 ml എന്ന് എഴുതിയിട്ടുണ്ട്. 0 മുതൽ 100 വരെയാണ് ഇതിനകത്ത് വരുന്നതുകൊണ്ട്. ഇത് 10 ml ആണ് ആദ്യത്തെ ആ ലൈൻ തുടങ്ങുന്നത്. ഏറ്റവും ടോപ്പിൽ വരുമ്പം 100 ml വരെയും വരുന്ന ഗ്ലാസ്സാണ്. ഗ്ലാസ്സിന് നല്ല ക്വാളിറ്റി ഉള്ള, ഇത് നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു ഇത് തന്നെയാണ് കേട്ടോ. ഇതിനകത്തൊരു പ്രശ്നവും വരില്ല. ഇതിനകത്ത് കൃത്യമായ അളവായിരിക്കും. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഇതിനകത്തേക്ക് നമ്മൾ 100 ml പെട്രോൾ ആദ്യമേ ഒഴിക്കുകയാണ് കേട്ടോ. നോക്കൂ, നമുക്ക് ടെസ്റ്റിങ് ആരംഭിക്കാം. ഇതുണ്ടോ, പെട്രോൾ ഒറിജിനൽ ഞാൻ മേടിച്ചതാണ്. ഇതാദ്യമേ നമ്മളൊരു 100 ml ഇതിനകത്ത് 100 ml ആണ്. ഇങ്ങോട്ട് ഒഴിക്കുമ്പോൾ ഇത് 100 തന്നെയാണോ നമുക്കൊന്ന് നോക്കിയേക്കാം. ഏതായാലും നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഉള്ള അളവിൽ തന്നെ അങ്ങ് ചെയ്തേക്കാം. ഇതിപ്പം 100 ആയിട്ടില്ല, ഒരല്പം കൂടി വേണം. ഈ പ്ലാസ്റ്റിക് കപ്പ് ഇത് തെറ്റാട്ടോ അളവേ. ഇതിങ്ങനെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ സംഭവങ്ങൾ വരുന്നതൊക്കെ ഇതുപോലുള്ളതൊക്കെ അതൊക്കെ കറക്റ്റായിരിക്കില്ല ഒരിക്കലേ. അപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഇതുപോലെ ISI മാർക്കുള്ളത്, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡായിട്ടുള്ളത് തന്നെ ചെയ്യണം. ഉണ്ടോ, ഇപ്പോൾ കൃത്യം 100 ആയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് അടച്ച് വെച്ചേക്കാം. കാണിച്ചു തരാം. ഉണ്ടോ, കൃത്യം 100 ml കാണാൻ പാടില്ലേ. പിന്നെ അടിഭാഗം കണ്ടോ, അടി മുതൽ മുകളിൽ വരെ ഒരേ കളറിലാണ് ഇരിക്കുന്നത്. ശ്രദ്ധിച്ചോണം കേട്ടോ. 100 ml ആണ്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ചേർക്കാൻ പോവാം. വെള്ളം നമ്മുടെ ഡിസ്റ്റിൽ വാട്ടർ, ഞാനിപ്പം ഡിസ്റ്റിൽ വാട്ടർ ചേർക്കുന്നുള്ളൂ. ഡിസ്റ്റിൽ വാട്ടർ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് വെറുതെ ഡിസ്റ്റിൽ വാട്ടർ വെള്ളമാണ്. എടുത്തിട്ടുണ്ട് സിറിഞ്ച്. അതുകൊണ്ട് ഇത് 10 ml വരെ കൊള്ളുന്ന സിറിഞ്ച് കേട്ടോ. കാണിച്ചുതരാം, ഇത് എടുത്തിട്ട് ഞാൻ കാണിച്ചുതരാം. ഇത് വെറും പച്ചവെള്ളം കേട്ടോ, അല്ല വേറൊന്നുമില്ല. ഇത് കൃത്യം 10 ml എടുക്കണം. അത് ശകലം കൂടുതലുണ്ട്, അപ്പോൾ കൃത്യം 10 ml ആക്കിയത് ഉണ്ടോ, നോക്കിക്കോ. ഇനി ഇതിനകത്ത് ഞാൻ മാറ്റം വരുത്തിയെന്നൊന്നും പറയരുത്. കാണിച്ചു തരാം. ഇത് കണ്ടോ, 9, 8, 9 കണ്ടോ, കണ്ടോ, 8, 9, 10 കൃത്യമല്ലേ. കൃത്യം 10 ml വെള്ളം. അത് കൃത്യം 100 ml ആണ്. ഇത് കൃത്യം 100 ml ആണ്. ഇതിനകത്ത് കൃത്യം 10 ml വെള്ളം. അപ്പം 100ഉം ഇവിടെ ചെല്ലുമ്പോഴത്തേക്ക് 110 ml ആവും. അതിപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് അങ്ങ് ഒഴിക്കാം കേട്ടോ. അപ്പം നോക്കിക്കോ സംഭവം. ഇതിനകത്തേക്ക് നമ്മൾ ഈ 10 ml വെള്ളം ഒഴിക്കുകയാണ്. പൂർണ്ണമായിട്ട് ഒഴിച്ചു 10 ml വെള്ളം. ഓക്കെ, കണ്ടോ, അതിനടിയിൽ കണ്ടോ വെളുത്ത് വരുന്നുണ്ടോ. ഇപ്പോൾ തന്നെ തിരിയാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ. നമുക്ക് പെട്ടെന്ന് തിരിയാനായിട്ട് നമുക്ക് വേറൊരു കാര്യം ചെയ്യണം. വേറെ ചെറിയൊരു കുപ്പിക്കകത്ത് ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിരുന്നു ഷെയ്ക്ക് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് തിരിഞ്ഞു കിട്ടും കേട്ടോ.
ഇതൊന്ന് അടച്ചിട്ട് ഒന്ന് ഷേക്ക് ഒന്ന് കുലുക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ശരിക്കും ഒന്ന് മിക്സ് ആവും. ഇപ്പം പെട്രോളും വെള്ളവും ശരിക്കും ഒന്ന് മിക്സ് ആക്കും കേട്ടോ. ഇത് മതി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തന്നെ ഒഴിക്കാം. ഇനി നമുക്കിത് സിലിണ്ടറിലേക്ക് തന്നെ ഒഴിക്കാം. മൊത്തം 110 ml ഉണ്ടോ? 110 ml ഇപ്പോൾ ഉണ്ട് ഇതിനകത്ത്. ഇനി അടി തിരിയുന്നുണ്ട് വെള്ളം. അതൊന്ന് ശകലം നേരം ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് അന്നേരത്തേക്കും തിരിഞ്ഞ് നല്ല ക്ലിയറായി വരുമ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ മെഷർമെൻറ്റ്. അപ്പോൾ പിന്നെ വേറെ സമയം ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഇടയ്ക്ക് ഇത് കണ്ടോ 2 എണ്ണം. ഇത് ഞാൻ ഇന്നലെ ഒഴിച്ച് വെച്ചാൽ കേട്ടോ ഒരു കുപ്പിക്കകത്ത്. ഇതുകൊണ്ട് എത്ര ക്ലിയറായെന്ന് നോക്കി. അടിപ്പാവൊക്കെ ഇതുണ്ടോ നല്ല ഫസ്റ്റായിട്ട് തെളിഞ്ഞ് വന്നത് കണ്ടോ. നിങ്ങളിതുപോലെ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിലോ ഇത് ഈ ഗ്ലാസിൻ്റെ കുപ്പി തന്നെ ഉപയോഗിക്കണം കേട്ടോ. പലരും പ്ലാസ്റ്റിക്കിനകത്ത് പല ടെസ്റ്റിങ് നടത്തും. പക്ഷേ പ്ലാസ്റ്റിക് കുപ്പി, ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സംഭവം അതിനകത്ത് പല പല പ്രശ്നം ഉണ്ടാവും. അതിനകത്ത് നോക്കരുത്. ഗ്ലാസ്സേ തന്നെ വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരീക്ഷണങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കാനായിട്ട്. ഇത് ഞാൻ കാണിച്ചു തരാം, ഒന്ന് കുലുക്കി കാണിച്ചു തരാം കേട്ടോ. ഇത് ഇന്നലെ വെച്ചതാണേ. ഇതുണ്ട്. ഇത് ശരിക്കും കുലുക്കി ഷെയ്ക്ക് ചെയ്താലും പെട്ടെന്ന് തിരിയും. നോക്കണേ, ഇത് പെട്ടെന്ന് തിരിഞ്ഞ് വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് തിരിഞ്ഞ് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ അത് വളരെ വേഗം തന്നെ ആയി വരും. കണ്ടോ, പെട്ടെന്ന് തന്നെ വെള്ളയായി വരുന്നുണ്ടോ. കണ്ടോ, അത് വളരെ പെട്ടെന്ന് തന്നെ വെള്ളയാവും. ഇത് ഞാൻ അതുപോലെ തന്നെ ആക്കി വെച്ചേക്കുന്നത്. ഇതുണ്ട്. ഇത് വേറൊരു കളറ്. ഇതുണ്ട് ഈ പെട്രോൾ. ഇത് കണ്ടോ. ഇതെന്നാന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ സംഭവം ഇത് കണ്ടോ. ഇതൊന്നും അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യണേ. ഇതുണ്ട്. ഇത് വെളുത്തു. ഇത് കണ്ടോ, പ്യൂറായിട്ട് നല്ല സൂപ്പറായിട്ട് വൈറ്റായി വന്നു. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് ഞാൻ കാണിച്ച് തന്നെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്നലെ ഒഴിച്ച് വെച്ചാണേ. അപ്പോൾ നമ്മുടെ ടെസ്റ്റിങ്ങിന് വെച്ച സംഭവം ഇതിപ്പോൾ തന്നെ ഇത്ര സമയം കൊണ്ട് തന്നെ ഇതായിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഇതുണ്ടോ, മുകളിൽ 110 തന്നെയാണ് കാണിക്കുന്നത്. താഴേക്ക് നോക്കാം നമുക്കിത് കണ്ടോ. താഴേക്ക് നോക്കുമ്പോൾ ഇതുണ്ടോ. ഇത് ഇവിടെ വരെ നമ്മൾ വെള്ളം ഒഴിച്ചാണ് കാണിക്കാം. ഇത് 10 ml നമ്മൾ വെള്ളം ഒഴിച്ചാണ് ഇതിന് താഴേക്ക് എടുക്കുന്നത്. ഇത്രയും വെള്ളം കൂട്ടിക്കൊണ്ടാൽ മതി. ഇത് 10 ml. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുണ്ട്. ഇത് 10, ഇങ്ങോട്ട് വരുമ്പോൾ ഇത് 20 ml. കണ്ടോ, 20 ml ആണ് ഇതിനകത്ത് ഈ എഥനോൾ ചേർത്തിരിക്കുന്നതിൻ്റെ അളവ് ഏകദേശം. കണ്ടോ, 20 ml. അതാണ് 20% എഥനോൾ എന്ന് പറയുന്നത്. ഇത് ചില സമയത്ത് ഇതിലും കൂടുതൽ വരാറുണ്ട് കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് ഞാൻ മേടിച്ചൊരു പെട്രോൾ നോക്കിയപ്പം അതിന് 26% ഉണ്ടായിരുന്നു. അതെൻ്റെ ഇരിപ്പുണ്ട് കേട്ടോ. ആ പെട്രോൾ ഞാൻ വേണം ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇത് കൃത്യം 20 കണ്ടോ, കൃത്യം 20. താഴെ ഇത് കണ്ടോ. ഇതുണ്ട്. ഇവിടെ മുതൽ ഇങ്ങോട്ട് 10. മനസ്സിലായില്ലേ? ഇത് മുതൽ 10, ഈ ഒരു 10, ഈ ഒരു 10. ഇത് എഥനോളാണ്. ഇത്രയും എഥനോളാണ്. അപ്പം 10 20% എഥനോൾ. താഴെ കിടക്കുന്ന വെള്ളം. ഇത്രയും വെള്ളം മിക്സായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞത് അളവാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇങ്ങനെയാണ് ഇതിനകത്ത് എഥനോളിൻ്റെ അളവ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യമാണ് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്തേക്ക് ഒരല്പം കളർ ചേർത്താൽ ഒരു തുള്ളി കളർ ചേർത്താൽ ഇതുണ്ട്. ഇതിനടിയിലേക്ക് പോയി ഇതുണ്ടോ. ആ പെട്രോളിൽ നിൽക്കത്തില്ല. ഇതുണ്ടോ, പോകുന്നുണ്ടോ. അവൻ ആ എഥനോളിൽ വെള്ളത്തിനകത്തേക്ക് പോയി ചേരുന്നുണ്ടോ. അതിനകത്തേക്ക് പോയി ചേരും. ഇത് ഞാനൊന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇപ്പോൾ കൃത്യമായിട്ട് തെളിഞ്ഞു വരും. കളർ മാറി വരും. കണ്ടോ, അടിയിൽ കൃത്യം 20%. കണ്ടോ.
അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ഇത് തിരിക്കുന്നതിൻ്റെ ഒരു മെത്തേഡ്. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ 10 എന്ന് പറഞ്ഞ് വിളിക്കുന്നത് 10% ആയിരിക്കും, ഈ 20 എന്ന് പറയുന്നത് 20% ആയിരിക്കും. ഇപ്പം നമുക്ക് ഗവൺമെൻറ് ഈ 20 പറ്റുള്ളൂ എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അതായത് ഇനിയിപ്പം എല്ലാം വരുന്ന എല്ലാ പെട്രോളിനകത്തും E20 ആയിരിക്കും വരുന്നത്. അതായത് 20% എഥനോൾ, അതായത് പ്യുവർ മദ്യം ചേർത്തിട്ടുള്ള പെട്രോളായിരിക്കും നമുക്കിനി വരുന്നത്. അപ്പോൾ ഒരേ പമ്പിൽ നിന്ന് തന്നെ നമുക്ക് പലപ്പോഴും മേടിക്കുമ്പോൾ പല രീതിയിലാണ് എഥനോൾ വരുന്നത്. അതായത് ഇതിന് മുൻപ് ഞാൻ ഇതേ പമ്പിൽ നിന്നും വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ വണ്ടിക്ക് കുറച്ച് പ്രശ്നങ്ങളായിട്ട് എനിക്ക് തോന്നിക്കഴിഞ്ഞപ്പം ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ 26% എഥനോളാണ് അതിനകത്ത് കാണിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഈ കൂടെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. 26 വരുന്ന ആ ഒരു പെട്രോളും എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. നമുക്ക് കൃത്യം 10 തന്നെ ഒന്ന് ആക്കിയേക്കാം കേട്ടോ. കൃത്യം 10 ഇതാണ്, ശ്രദ്ധിച്ചു ഇതുണ്ടോ. ml വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ml. ഇപ്പം നമുക്കിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. നേരെ പിടിക്കാവേ. ഇതാണ് നമ്മൾ ഒഴിച്ചത് 10 ml നമ്മൾ വെള്ളം ഒഴിച്ചത്. ഓക്കെ, ഇത് പിന്നെ ഒരു 10, ഇവിടെ വരുമ്പോൾ 20, 25, 26 കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്തൊരു പ്രശ്നം വന്നപ്പോൾ ഞാൻ ഈ പമ്പുകാരനോട് ഞാൻ പറഞ്ഞു, ഈ എഥനോൾ കുറഞ്ഞ പെട്രോൾ നമുക്ക് ലഭിക്കുമോ ഇവിടെ, കാരണം ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ ഞാൻ പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു അങ്ങനെയുള്ള ഒരു സംഭവം നമുക്ക് കിട്ടാനായിട്ടില്ല എന്നൊക്കെ എന്നോട് പുള്ളി പറഞ്ഞു. അപ്പോൾ അധികമില്ല, നമ്മുടെ പെട്രോളിനകത്ത് മുഴുവനും 15% മാത്രമേ ഉള്ളതാണ് പുള്ളി അന്നേരം പറഞ്ഞത്. പക്ഷേ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി വന്നിട്ട് അപ്പോൾ എനിക്ക് 26% ഉണ്ട്. പിന്നീട് ഞാൻ ഒന്നും കൂടി അതേ പമ്പിൽ തന്നെ പോയി വീണ്ടും ഒന്നും കൂടി മേടിച്ചുകൊണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ 20 തന്നെയാണ്. അതായത് ഒരു 2-3 ആഴ്ച കഴിഞ്ഞതിന് ശേഷം നോക്കിയപ്പം പിന്നീട് ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് 20% തന്നെയാണ് വന്നത്. അപ്പോൾ ഇതിനകത്ത് പമ്പുകാർ പറയുന്നു 15% കേന്ദ്ര ഗവൺമെൻറ് പറയുന്നു 20% കൃത്യമായിട്ടും മസ്റ്റായിട്ടും ചേർക്കണമെന്ന് പറയുന്നു. നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 25%, 26% വരികയും ചെയ്യും. അപ്പോൾ ആ കൂടി തന്നെ പ്രധാനമായിട്ട് നിങ്ങളോട് ഞാൻ പറയുന്നത്, ഇതിങ്ങനെ വേർതിരിച്ചെടുത്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് അതിൽ നിന്നും ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇതിനകത്ത് ഈ 20% ഇത് പ്യുവർ സ്പിരിറ്റ് ആണോ, എത്ര ശതമാനം എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. പ്യുവർ സ്പിരിറ്റ് തന്നെയാണ് അതിനകത്ത് ചേർക്കുന്നത്. 100%, അതായത് നമ്മുടെ ഈ ബ്രാൻഡി എന്നൊക്കെ പറഞ്ഞ് വരുന്ന സംഭവം ഉണ്ടല്ലോ, അതിനകത്തൊക്കെ 40-45% ഉള്ളപ്പോൾ ഇതിനകത്ത് 100%, അതായത് 99.8% പറഞ്ഞത് ഇതിനകത്ത് ചേർക്കുന്ന സ്പിരിറ്റിൻ്റെ പ്യൂരിറ്റി എന്ന് പറയുന്നത്. ഇത് ശരിക്കും നിർമ്മിക്കുമ്പോൾ ഇത് കരിമ്പിൽ നിന്നൊക്കെയാണ് ഇതെടുക്കുന്നത്. അന്നേരം ഇത് ശരിക്കും നമുക്ക് ഉപയോഗിക്കാവുന്ന സാധനം തന്നെയാണ് ഈ സ്പിരിറ്റ്. ശരിക്കും ഫ്യൂവൽ ഗ്രേഡ് എഥനോൾ എന്നാണ് പറയുന്നത്. 100%-നോട് അടുത്ത് വരുന്ന എഥനോളാണ്. പക്ഷേ ഇവരിത് പെട്രോളിലേക്ക് ചേർക്കുന്ന സമയത്ത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇത് ആളുകൾ ഉപയോഗിക്കുകയോ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി ഇതിനകത്ത് പല വിഷാംശങ്ങളും ചേർക്കും, ചില പ്രത്യേക മെറ്റീരിയലുകൾ ചേർക്കും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ഒരു കാരണവശാലും ഇത് വിഷമാണ്, ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ ഇത് വാഹനങ്ങളിൽ ഒഴിച്ചാൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ, നമ്മുടെ പഴയ വാഹനങ്ങളാണെങ്കിൽ, കുറേ പഴയ ഓൾഡ് വാഹനങ്ങളൊക്കെ ആണെങ്കിൽ അതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വാഹനങ്ങളിലൊന്നും ഇത് ഉപയോഗിച്ചതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. അതിൻ്റേതായ രീതിയിലാണ് ആ വാഹനങ്ങളെല്ലാം പുതിയത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ കമ്പനികളും. പിന്നെ ഇത് ഗുണമാണോ ദോഷമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ നമ്മളൊരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഇത് അല്പം മൈലേജ് കുറയും. ഒരു 6-7 കിലോമീറ്ററൊക്കെ മൈലേജ് ഇതിനകത്ത് കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, ഇത് കൂടുതൽ അംശം ചെല്ലുന്നതിനനുസരിച്ച്. പക്ഷേ ഇതുകൊണ്ടൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പ്രകൃതിക്ക് ദോഷമില്ലാത്ത ഒരു സംഭവമാണിത്. കാരണം വേറൊരു ഗുണം കൂടി ഇതിനുണ്ട്. നമ്മുടെ ഇവിടുത്തെ കർഷകർ, കരിമ്പ് അങ്ങനെയുള്ള പല കരിമ്പെന്ന് മാത്രമല്ല പല സാധനങ്ങളിൽ നിന്നാണ് ഇതെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കർഷകർക്ക് എല്ലാം ഇത് വളരെ പ്രയോജനപ്രദമാണ്. അവർക്ക് കുറച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനായിട്ട് ഇതുകൊണ്ട് ഉപകാരപ്പെടും. അപ്പോൾ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് വീണ്ടും ഇതിനെപ്പറ്റി ഒരു വീഡിയോ കൂടി നമുക്ക് ചെയ്യാവുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളോടൊപ്പം നിൽക്കുക. സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സന്തോഷമാണ്. ഇതേപോലെ കൂടുതൽ വീഡിയോകൾ ഉണ്ടാക്കാനാണെങ്കിലും നമുക്കൊരു താല്പര്യം തോന്നുന്നു. നിങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളോടൊപ്പം നിൽക്കുക. ഇതേപോലെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബൈ.